ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. എഡുഫിക്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിസിയോജി 172 ബ്ലോക്ക് 1 എക്കണോമിക് ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. അതിൽ യൂണിറ്റ് 1 എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് എന്നാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൽ ചാപ്റ്റർ കണ്ടന്റ് എന്തൊക്കെ ചാപ്റ്റർ കണ്ടന്റ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ഹൗ ആൻ എക്കണോമി വർക്ക്സ്. നെക്സ്റ്റ് വൺ concept of economic development. Next one, development and underdevelopment. Next, economic growth. Next one, developing economy. Next one, big push approach. Next one, poverty trap. Next one, UN development decade. Next one, substantial development. Next one, millennium development goals. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ? ഇൻട്രൊഡക്ഷൻ എന്താണ്, അതായത് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമുക്ക് എന്താണ് എക്കണോമിക് സിസ്റ്റം എന്നറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ഈ എക്കണോമിക് സിസ്റ്റം? എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? An economic system is a system whereby goods and services are produced and exchanged. Goods and services പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കൺട്രോൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ എക്കണോമിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ലഭ്യമായ റിസോഴ്സസ് യൂസ് ചെയ്ത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ രാജ്യവും എക്കണോമിക് സിസ്റ്റം നിലകൊള്ളുന്നത്. ഓരോ രാജ്യത്തിലും എക്കണോമിക് സിസ്റ്റം നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് വെച്ച് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഓരോ രാജ്യവും നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ദി എക്കണോമിക് സിസ്റ്റം ആൾസോ ഡിസൈഡ്സ് ദ ഡെവലപ്മെന്റ് പ്രോസ്പെക്ട്സ് ഓഫ് കൺട്രി. അതായത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ആണ് ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ദി എക്കണോമിക് സിസ്റ്റംസ് ലൈക്ക് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കണോമി. അതായത് എക്കണോമിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് 3 എക്കണോമിക്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദി എക്കണോമിക് സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ് ഓഫ് എക്കണോമി. ഏതൊക്കെ എക്കണോമിക്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്? ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, സോഷ്യലിസ്റ്റിക് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി. ഇത്രയും എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ഹൗ ആൻ എക്കണോമി വർക്ക്സ്. എന്താണ് ഒരു എക്കണോമി? ഹൗ ആൻ എക്കണോമി വർക്ക്സ്. ദി എക്കണോമിക് സിസ്റ്റം ആൻഡ് ദി ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഓഫ് എ കൺട്രി. ദി എക്കണോമിക് സിസ്റ്റം ആൻഡ് ദി ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഓഫ് എ കൺട്രി ആൾസോ ഡിസൈഡ് ദ ഡെവലപ്മെന്റ് പ്രോസ്പെക്ട്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ദ പോളിസി ഓഫ് laissez-faire was favored by the classical economist. Capitalistic system, generally planned economic system and mixed system with efficient market and rational interventionist role of the state and restrictive liberalization policy also shaped in the process of evolution. Next, economic system of a country provides the broadest process of working in major economic activity. 3 kinds of economic system. അതായത് 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി, രണ്ടാമത്തത് സോഷ്യലിസ്റ്റിക് എക്കണോമി, മൂന്നാമത്തത് മിക്സഡ് എക്കണോമി. ഇങ്ങനെ 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം. എന്താണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് ക്യാപിറ്റലിസം. അതായത് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് firm are market determined. In capitalistic economy, neither an individual nor an institutions take decisions in centralized or planned manner concerning its day-to-day functions of an economic activity. അതായത് ഇവിടെ ഡിറ്റർമിൻ, അതായത് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും അതേമാതിരി പ്രൈവറ്റ് ഫേംസുമാണ്. അല്ലാണ്ട് ഗവൺമെന്റിന്റെ കൺട്രോള് ഈ എക്കണോമിക് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസസും അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസുമാണ് ഈ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ. അതേപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രൊഡക്ഷനും പ്രൈസും ഒക്കെ നിശ്ചയിക്കുന്നത്. അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ എക്കണോമിയിലെ ഡിമാൻഡ്, അതായത് ആ എക്കണോമിയിലെ ഡിമാൻഡിനെയും സപ്ലൈയും ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസും അതേമാതിരി തന്നെ പ്രൊഡക്ഷനും തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓരോ ബിസിനസ്സും കുറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതിന് ഡിമാൻഡ് ഉണ്ടോ, ആ പ്രൊഡക്റ്റിന് സപ്ലൈ ഉണ്ടോ എന്ന് തീരുമാനിക്കണം. നല്ല ഡിമാൻഡും നല്ല സപ്ലൈയും ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. ഡിമാൻഡ് കുറഞ്ഞാലോ പ്രൊഡക്ഷൻ കുറയും ചെയ്യും. അതിന്റെ പ്രൈസും പ്രൊഡക്ഷനും ഒക്കെ നിശ്ചയിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ നിശ്ചയിക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെയും സപ്ലൈയെയും ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഈ സിസ്റ്റം, ഈ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം ആണ് എന്നാണ് പറയുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇത്രയാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റത്തിലുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം ആണ്. അപ്പൊ എന്താ സോഷ്യലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം? ഇൻ സോഷ്യലിസ്റ്റിക് ഇക്കണോമിക് സിസ്റ്റം where private sector does not have any kind of control over price fixation by market forces, the production, distribution and consumption resulting from all major activities are centralized. അതായത് ഈ സോഷ്യലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റത്തിൽ പറയുന്നത്, സോഷ്യലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റത്തില് ഗവൺമെന്റിന്റെ കൺട്രോൾ അതിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്തരം എക്കണോമിയില് ഡിസിഷൻ മേക്കിംഗ് പവർ ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ ആയിരിക്കും. അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ ആരാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഈ സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോ പ്രൊഡ്യൂസ് ചെയ്യണം, അത് ആർക്കൊക്കെ സെയിൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോ എത്രത്തോളം പ്രൊഡക്ഷൻ അവിടെ നടത്തണം, ആ പ്രൊഡക്റ്റുകൾക്ക് എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇതാണ് സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ പറയുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ ഗവൺമെന്റിന്റെ കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കും. According to Paul M. Zuizi, socialism is a complete social system which differs from capitalism not only in the absence of private ownership of them or production, but also in its basic structure and mode of functioning. അതായത് ഈ സോഷ്യലിസ്റ്റിക് എക്കണോമിയിലെ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ ഒരു കൺട്രോളും അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൺട്രോളോ പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ കൺട്രോളോ അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ ഒരു സ്ട്രക്ചർ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു സ്ട്രക്ചറിലൂടെ, അതായത് ഗവൺമെന്റിന്റെ ഒരു കൺട്രോളിലൂടെയാണ് നടക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിലൂടെയാണ് അവിടെ എന്ത് നടക്കുക, പ്രവർത്തനങ്ങൾ നടക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് സോഷ്യലിസം. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മിക്സഡ് ഇക്കണോമിയാണ്. എന്താണ് മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്കറിയാം മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സഡ് ഇക്കണോമി represents the mixture of features or two types of economy, capitalism and socialism.
under this economic system of production, partly in the hands of private individual and partly owned by state. അപ്പോൾ നമുക്കറിയാം ഈ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയുടെയും ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയുടെയും സോഷ്യലിസ്റ്റിക് ഇക്കണോമിയുടെയും രണ്ടിന്റെയും ഫീച്ചേഴ്സ് അടങ്ങിയ ഇക്കണോമിയെയാണ് എന്ത് പറയുന്നത്, മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. അവിടെ പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് സെക്ടേഴ്സും ഉണ്ടായിരിക്കും. പല മിക്സഡ് ഇക്കണോമിക്സിനെയും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് കൂടുതലും ആരായിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഉണ്ട്, ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയുടെ ഫീച്ചേഴ്സും ഉണ്ട്, സോഷ്യലിസ്റ്റിക് ഇക്കണോമിയുടെ ഫീച്ചേഴ്സും ഉണ്ട്. എങ്കിലും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കാം, സ്റ്റേറ്റ് ആയിരിക്കാം. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിൽ നമുക്കറിയാം പ്രോഫിറ്റ് മേക്കിങ്ങിനാണ് എന്ത് കൊടുക്കുന്നത്, കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ പ്രോഫിറ്റ് മേക്കിങ്ങിനെക്കാളും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ മുൻതൂക്കം കൊടുക്കുന്നത്. എന്നാൽ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിൽ അങ്ങനെയല്ല. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ആ ഏൺ ചെയ്ത പ്രോഫിറ്റിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെയും പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഏത് എക്കണോമിക്ക് ഉള്ളത്, മിക്സഡ് ഇക്കണോമിക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, മിക്സഡ് ഇക്കണോമി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ടേം that generally refers to the sustained and concerted endeavor of policymakers and community to promote the standard of living economic conditions in a country. Economic development can involve efforts in multiple areas such as development of human capital, critical infrastructure, regional competitiveness, environmental sustainability, social inclusion, etc. Social inclusion, etc. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്? എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിലെ ജനങ്ങള് എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അവർക്ക് സേഫ്റ്റി ഉണ്ടായിരിക്കണം, ലിറ്ററസി ഉണ്ടായിരിക്കണം, അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷൻസും കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനോടൊപ്പം രാജ്യത്തിന് എക്കണോമിക് ഡെവലപ്മെന്റും ഉണ്ടായിരിക്കണം. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം കേട്ടോ, എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം എന്താണ്, അതിനോടൊപ്പം GDPയുടെ വളർച്ച ഉണ്ടാകണം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എക്കണോമിയുടെ ഗ്രോത്തിനോടൊപ്പം എന്തുണ്ടായിരിക്കണം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ വളർച്ച ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയണം അല്ലെ? അപ്പൊ എന്താ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. GDP എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മണി വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം, അതിനോടൊപ്പം GDPയുടെ വളർച്ച ഉണ്ടാവണം, GDPയിൽ ഗ്രോത്ത് ഉണ്ടാവണം, അതിനോടുകൂടി എന്തുകൂടെ വേണം, ആ രാജ്യത്തിലെ ജനങ്ങൾ ഹെൽത്തി ആയിരിക്കണം, വെൽത്തി ആയിരിക്കണം, അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരിക്കണം, നല്ല ഹൗസ് ഉണ്ടായിരിക്കണം, അവർക്ക് നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കണം, ലിറ്ററസി ഉണ്ടായിരിക്കണം, ആൻഡ് അതർ ഇനീഷ്യേറ്റീവ്, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ആ രാജ്യത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് എക്കണോമിക്
എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ എന്താണ് ഈ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരു രാജ്യത്തിലെ ജനങ്ങള് എന്തായിരിക്കണം, എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം GDP ഉണ്ടാവണം, അതിനോടൊപ്പം എന്തുണ്ടായിരിക്കണം, അവര് ഹെൽത്തി ആയിരിക്കണം, വെൽത്തി ആയിരിക്കണം, അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരിക്കണം, നല്ല ഹൗസ് ഉണ്ടായിരിക്കണം, അവര് സേഫ് ആയിരിക്കണം, അവർക്ക് ലിറ്ററസി ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ രാജ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഇതിനെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് അണ്ടർ ഡെവലപ്മെന്റ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. ലൈക്ക് എവറി അതർ എക്കണോമി പെർഫോംസ് 3 വൈറ്റൽ ഫങ്ഷൻ. അതായത് എല്ലാ എക്കണോമിയിലും ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവാം, കൺസംഷൻ ഉണ്ടാവാം, ഗ്രോത്ത് ആൻഡ് ഗ്രോത്ത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഓരോ എക്കണോമിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസംഷൻ ചെയ്യുന്നു, എക്സ്ട്രാ വരുന്നത് അവരെന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അങ്ങനെ അവർക്ക് എന്തുണ്ടാകുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു. And it produces different types of goods and services. It enables it people buy and consume them. അതായത് ഓരോ രാജ്യവും അവർക്ക് വേണ്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്നത് അവര് യൂസ് ചെയ്യുകയും ബാക്കി വരുന്നത് അവരെന്ത് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങൾക്കോ അവിടേക്ക് സെയിൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ബാക്കി വരുന്നത് അവര് സെയിൽ ചെയ്ത് അങ്ങനെയാണ് അവർ എന്തുണ്ടാക്കുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത്. And while USA, Sweden, West Germany, Japan, etc. are developed economies with technologically advanced agriculture, industry, transportation, communication system, etc., the Indian economy has been struggling to become a developed economy. അതായത് USA ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും അവരൊക്കെ എല്ലാ സെക്ടറിലും നന്നായി ഡെവലപ്പ് ചെയ്ത എക്കണോമീസ് ആണ്. എന്നാൽ ഇന്ത്യ ആണെങ്കിൽ എന്താ പറയുന്നത്, ഇന്ത്യൻ ഇക്കണോമി ഹാസ് ബീൻ സ്ട്രഗ്ലിംഗ് ടു ബിക്കം എ ഡെവലപ്ഡ് എക്കണോമി. അതായത് ഒരു ഡെവലപ്ഡ് ഇക്കണോമി ആവാൻ ഇന്ത്യ നന്നായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Economic development may be defined as a process which traditional society employing primitive techniques and capable of sustaining only low-level income transformed into modern high technology, high income economy. അതായത് ഇന്ത്യ ആണെങ്കിൽ ആദ്യമൊക്കെ പ്രിമിറ്റീവ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തത്. എന്നാൽ നമ്മുടെ മോഡേൺ യുഗത്തില് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നുള്ളൂ, കൂടുതലും നമുക്ക് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്താലാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റൂ. പ്രൊഡക്ഷൻ കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ കൂട്ടിയാൽ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ. അപ്പോ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കണം, നന്നായിട്ടുള്ള മോഡേൺ ടെക്നോളജീസും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയും ഒക്കെ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നുള്ളൂ, പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് ഡെവലപ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ. ഡെവലപ്ഡ് എക്കണോമി മെയിൻ ആയിട്ടും ഏതൊക്കെയാ പറഞ്ഞാൽ USA, സ്വീഡൻ ആൻഡ് ജപ്പാൻ, ഇതൊക്കെ എന്താണ്, ഡെവലപ്ഡ് എക്കണോമിക്സ് ആണ്. ഇന്ത്യ ആണെങ്കിൽ ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തിയിട്ടും അപ്പൊ അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കണോമിയാണ് ഇന്ത്യ. ഇനി അണ്ടർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫേസ് പോവർട്ടി, ഹൈ ആൻഡ് റേസിംഗ് ബർഡൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഗ്രോവിംഗ് ഡിസ്പാരിറ്റീസ് ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ലോ ആൻഡ് stagnant agricultural productivity, unseizable gap between urban and rural level of living, lack of adequate education, health and housing facilities, dependence of foreign and often inappropriate technology, and more or less stagnant occupational structure, some of the features of underdeveloped country. അപ്പോൾ underdeveloped countryയുടെ
ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇപ്പൊ അതിൽ പറഞ്ഞത്. ഇപ്പൊ അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ലെവൽ ഇൻകം ആണ് ആ കൺട്രിയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഡെവലപ്ഡ് കൺട്രിയെ അപേക്ഷിച്ച് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസില് ഇൻകം വളരെ കുറവായിരിക്കും. അവിടെ അൺഎംപ്ലോയ്മെന്റും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്, പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഇൻകം ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇൻഇക്വാളിറ്റിയും എല്ലാം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതില് ഇനി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലോ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനത്തിന്റെ കുറവ്. പെർ ക്യാപിറ്റ ഇൻകം റെഫേഴ്സ് ടു ദ ആവറേജ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ കൺട്രി. അതായത് ഒരു കൺട്രിയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ആവറേജ് ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ആവറേജ് ഇൻകത്തെയാണ് എന്ത് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തെ ആ രാജ്യത്തിന്റെ തന്നെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആവറേജ് ഇൻകത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നാഷണൽ ഇൻകത്തെ, അതായത് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആ നാഷണൽ ഇൻകം, എത്രത്തോളം നാഷണൽ ഇൻകം ആ രാജ്യത്തിനുണ്ട് എന്ന് കണ്ടുപിടിക്കുക ആദ്യം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ആ രാജ്യത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. Per capita income is also often used to measure a country's standard of living. Per capita income നോക്കിയിട്ട് ഒരു കൺട്രിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ, അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ അവിടെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കുറഞ്ഞാലോ അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ചൊക്കെ കുറവായിരിക്കും. And you must be aware that national income of an underdeveloped country is low and population is high. And അതായത് നാഷണൽ ഇൻകം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? ലോ ആയിരിക്കും. പോപ്പുലേഷൻ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ആസ് എ റിസൾട്ട് ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് ലോ പെർ ക്യാപിറ്റൽ. അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇന്നിക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അതായത് വെൽത്തിലുള്ള ഇന്നിക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതായത് കറക്റ്റ് ആയിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലുള്ള ഒരു അസമത്വത്തെയാണ് എന്ത് പറയുന്നത്? ഇന്നിക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഡിസ്പാരിറ്റി ഓഫ് ഇൻകം എമംഗ് ഡിഫറെന്റ് പോപ്പുലേഷൻ സെഗ്മെന്റ് ഈസ് നോൺ ആസ് ഡിസ്പാരിറ്റീസ് ഓഫ് ഇൻകം, ഗ്രോയിങ് ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് വെൽത്ത് ആൻഡ് പോവർട്ടി ആസ് major problem all over the world. The inequality affect the economic development of the underdeveloped countries. Disparities of wealth is one of the important reasons for inequitable distribution of income. അതായത് ഒന്നുമില്ല, ഇനിക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് വെൽത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് വെൽത്ത് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് സൊസൈറ്റി. അതായത് ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ എല്ലാ കൺട്രീസിലും ഉള്ളതാണ് എന്ത്? ഈ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൻഇക്വാളിറ്റി ഇൻകത്തിന്റെ കാര്യത്തിലായാലും ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലായാലും വെൽത്തിന്റെ കാര്യത്തിലായാലും
ആയാലും അസമത്വം നിറഞ്ഞു നിൽക്കും. അപ്പൊ ഇൻഇക്വാളിറ്റി ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോ ഇൻഇക്വാളിറ്റി ഉണ്ടാകുന്നത് ചിലപ്പോ നമ്മൾ പുവർ ഫാമിലിയിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. ചിലര് പുവർ ഫാമിലിയിൽ ജനിക്കും, ചിലര് റിച്ച് ഫാമിലിയിൽ ജനിക്കും. അപ്പൊ അവർക്ക് ജന്മനാ എന്തുണ്ട് എന്ന് പറയുന്നത് നല്ല സ്വത്തുക്കളുണ്ട് അല്ലെ. പുവർ ഫാമിലിയിൽ ജനിച്ച ആൾക്കോ ജന്മനാ ഇല്ല. ഒന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ നല്ല ജോലി വാങ്ങി നല്ല ക്യാഷ് സമ്പാദിക്കും. അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരോ അവർക്ക് അത്രത്തോളം നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയൊക്കെ ഇൻഇക്വാളിറ്റി സംഭവിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഉള്ള ഇൻകവും അതേമാതിരി വെൽത്തും ഇനിക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് നെക്സ്റ്റ് വൺ. ഹെവി ഡിപെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. A large portion of population is dependent on agriculture in underdeveloped country. അതായത് underdeveloped countries-ലെ പോപ്പുലേഷൻ, വെരി ലാർജ് പോപ്പുലേഷൻ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ അഗ്രികൾച്ചറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഫാർമേഴ്സിന് ലോസ് സംഭവിക്കും. അവർ ഉദ്ദേശിച്ച അത്ര പ്രൊഡക്ഷൻ അവിടെ നടത്താൻ പറ്റുന്നില്ല. ഫാർമേഴ്സിന് ലോസ് സംഭവിക്കും. അങ്ങനെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കുറഞ്ഞു പോകും. ഫാർമേഴ്സിന് ലോസ് സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറയും. അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡിക്ലൈനിങ്ങിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ GDP കുറഞ്ഞ എന്താണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒരു എന്താണ് അതിന്റെ വളർച്ച അത്ര ഉണ്ടാവില്ല. ഇപ്പൊ GDP എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ, അതായത് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് അല്ലെങ്കിൽ അതിന്റെ മണി വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അപ്പോ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അഗ്രികൾച്ചറിൽ നഷ്ടം ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു? GDP കുറയുന്നു. അങ്ങനെ ആ രാജ്യം ഗ്രോത്തിലേക്ക് പോവാണ്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട്, ഡെവലപ്മെന്റ് ഇല്ലാണ്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് വൺ, ഹെവി പോപ്പുലേഷൻ പ്രഷർ. ഹെവി പോപ്പുലേഷൻ പ്രഷറിൽ പറയുന്നത് അതായത് ഹെവി പോപ്പുലേഷൻ പ്രഷർ അത് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു ഡെവലപ്ഡ് നാഷൻ. ഡെവലപ്ഡ് നാഷനെ കമ്പയർ ചെയ്യുമ്പോ ഇതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? വെരി ഹൈ ആയിരിക്കാം. ഡെവലപ്ഡ് കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കാം. The public investment in education and health have been very much, and therefore the human resources of underdeveloped countries are not properly harnessed, and the majority of population depend upon for informal employment. അതായത് എന്താ പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഇൻഫോർമൽ എംപ്ലോയ്മെന്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർമൽ എംപ്ലോയ്മെന്റിനെ അല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇൻഫോർമൽ എംപ്ലോയ്മെന്റിനെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു ഫീച്ചർ ആണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് ഓഫ് ദ അൺഎംപ്ലോയ്മെന്റ് arises, the people seeking jobs do not find opportunities to work. അതായത് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പീപ്പിൾസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? അവർക്ക് വർക്ക് ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നില്ല. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താത്തത് കൊണ്ട് അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങൾ അവർക്ക് വേണ്ടുന്ന തൊഴിലവസരങ്ങൾ അന്വേഷിച്ചാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുന്നുള്ളൂ? തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ തൊഴിലവസരങ്ങൾ ആരെ തേടി പോകുന്നില്ല? പീപ്പിൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ തേടി പോകുന്നില്ല, അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലില്ലാത്ത അവസ്ഥ. അണ്ടർ എംപ്ലോയ്മെന്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ഇൻ എ ലേബർ ഫോഴ്സ് ആർ employed on part-time or gig jobs
or at jobs inadequate with respect to their training, skills, or economic need. Many people in underdeveloped countries are either unemployed or underemployed. അതായത് ഒരു അണ്ടർഡെവലപ്ഡ് കൺട്രീസിലെ ഒരുപാട് പീപ്പിളും എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒന്നുകിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ക്യാപിറ്റൽ സ്കേഴ്സിറ്റി ആൻഡ് ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ് ക്യാപിറ്റൽ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ? അതായത് നെക്സ്റ്റ് ഒരു അണ്ടർഡെവലപ്ഡ് കൺട്രിയുടെ വേറൊരു ഫീച്ചറാണ് ക്യാപിറ്റൽ സ്കേഴ്സിറ്റി. അതേപോലെ തന്നെ ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നു. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഓഫ് അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഈസ് സ്കേഴ്സിറ്റി ഓഫ് ക്യാപിറ്റൽ, and capital formation refers to addition of capital goods such as equipment, tools, transportations of assets, and electricity. Countries need their capital goods to replace the older ones that are used to produce goods and services. അതായത് ക്യാപിറ്റലിന്റെ സ്കേഴ്സിറ്റി അനുഭവപ്പെടും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസില്. ക്യാപിറ്റൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാ? അതായത് ലോങ് ടേം ഗുഡ്സ്, ലോങ് ടേം ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാനും അതേമാതിരി തന്നെ റീപ്ലേസ് ചെയ്യാനും അതേമാതിരി തന്നെ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ആവശ്യമാണ്. അപ്പം ക്യാപിറ്റൽ ഫോർമേഷന്റെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ എന്താണ്, ഒരു ഫീച്ചറാണ്. എന്നാൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീസിന് എന്താണ് പെട്ടെന്ന് ക്യാപിറ്റൽ ഫോം ചെയ്യാൻ പറ്റുന്നു. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഈ ക്യാപിറ്റൽ ഫോർമേഷന്റെ പ്രോബ്ലം നേരിടുന്ന കൺട്രീസ് ആണ്. നെക്സ്റ്റ് വൺ, സെവൻത് പോയിന്റ് ആണ് യൂസ് ഓഫ് പ്രിമിറ്റീവ് ടെക്നോളജി. Use of primitive technology means the technological development is very low in underdeveloped countries as compared to the developed countries. Most of the technologies used in underdeveloped countries are outdated. അതായത് പ്രിമിറ്റീവ് ടെക്നോളജി ആണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് നേരിടുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു. പ്രിമിറ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് പഴയ തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴകിയ ടെക്നോളജീസ് ആണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തണമെങ്കിലൊക്കെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അത്യാവശ്യമാണ്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ നടത്താനും പ്രൊഡക്ഷൻ നടത്തി എക്കണോമിക് ഗ്രോത്ത് അത് സെയിൽ ചെയ്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാനും പറ്റുമോ. പിന്നെ therefore the cost of productions become high. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താകുന്നു, ഹൈ ആകുന്നു. The products are not able to compete in the international market. അതായത് പ്രൊഡക്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അതൊക്കെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി അപ്പൊ പ്രിമിറ്റീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്പാരിറ്റീസ് ഇൻ റൂറൽ ആൻഡ് അർബൻ ലിവിങ് സ്റ്റാൻഡേർഡ്. അതായത് റൂറൽ ലിവിങ് സ്റ്റാൻഡേർഡും അർബൻ ലിവിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിസ്പാരിറ്റീസ്, ഇതും എന്തിനെ അഫക്ട് ചെയ്യുന്നു, ഇതും എന്തിനെ ബാധിക്കുന്ന ഒന്നാണ്, നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ ഫീച്ചർ ആയിട്ടുള്ള ഒന്നാണ്. There has been a wide variation between rural and urban people in the underdeveloped economy. അതായത് വലിയൊരു വ്യത്യാസം തന്നെയാണുള്ളത് റൂറൽ പീപ്പിളും അതേമാതിരി തന്നെ അർബൻ പീപ്പിളും തമ്മിലുള്ള അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡില് വലിയൊരു വ്യത്യാസമാണുള്ളത്. ആ വ്യത്യാസം എന്തിലൊക്കെ ആയിരിക്കാം, ഇൻകത്തില്. അതായത് ഡിസ്പാരിറ്റീസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻകം ആവാം, കൺസംഷൻ ആവാം, അല്ലെങ്കിൽ അതർ നോണിറ്ററി ആസ്പെക്ട്സിലാവാം, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലാവാം, എഡ്യൂക്കേഷനിലാവാം, ഹെൽത്തിലാവാം, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട്, പ്രൊട്ടക്റ്റഡ് വാട്ടർ, സാനിറ്റേഷൻ, ഇതിലൊക്കെ വലിയ ഡിസ്പാരിറ്റീസ് സംഭവിക്കുന്നുണ്ട് റൂറൽ ഏരിയയിലും അതേപോലെ അർബൻ ഏരിയയിലും. നെക്സ്റ്റ് വൺ പറയുന്നത് ലോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റേറ്റ്. അതായത് ലോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു ഫീച്ചറാണ്. ദ ലോവർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി
particularly in rural area, is less financially inclusive in underdeveloped country. Financial inclusion means access of people to useful and affordable financial products such as banking services, insurance services, etc. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? is the access of people to useful, affordable financial product such as banking services and insurance, etc. The financial inclusion rates reduces the number of opportunities from growth. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ റേറ്റും ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു ഫീച്ചറാണ്. ഇത്രയുമാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഡെവലപ്പിംഗ് ഇക്കണോമി? എന്താണ് ഡെവലപ്പിംഗ് ഇക്കണോമി? നമുക്കറിയാലേ എന്താ ഡെവലപ്പിംഗ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ? ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് ഇക്കണോമിയാണ് അല്ലെ? ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കണോമിയാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് the government took keen interest in the economy, which was given a big push through the sector enterprises in the core sectors. As a result, per capita income has been rising, although not steadily. The dominance of agriculture gradually reducing, the secondary and tertiary sectors slowly expanding. അതായത് ഒരു ഡെവലപ്പിംഗ് കൺട്രീസില്, അതായത് ഡെവലപ്പിംഗ് എക്കണോമിയിൽ എന്താ പറയുന്നത്? അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഗ്രാജുവലി റെഡ്യൂസിങ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡറിയും ടെറിട്ടറി സെക്ടേഴ്സ് ഒക്കെ സ്ലോലി എക്സ്പാൻഡിങ് ആണ്. പതുക്കെ പതുക്കെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ? എക്സ്പാൻഷൻ സംഭവിക്കുന്നുള്ളൂ. ഇൻ ദ ലാസ്റ്റ് 70 years ഇന്ത്യൻ ഇക്കണോമി ഹാസ് developed large number of basic industries that produce capital equipment and useful raw materials. India is now in a position to maintain growth of most industries by domestic production of capital goods and supplemented with only marginal imports. India has also built a large number of canals and storage work, hydro and thermal power generations and largely. അതായത് അഗ്രികൾച്ചറൽ സെക്ടർ വളരെയധികം റെഡ്യൂസിങ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡറിയും ടെറിട്ടറിയും ഒക്കെ പതുക്കെ പതുക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് എന്നാണ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിലാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്പിംഗ് ഇക്കണോമി എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് ഇക്കണോമി. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് എക്കണോമിക് ഗ്രോത്ത് ആണ്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് എക്കണോമിക് ഗ്രോത്ത്? The basic aim of economic policy of the government of India has been remove the poverty and create means of better standard of living of the people. This aim can be achieved through rapid economic growth. അതായത് എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് എക്കണോമിക് ഗ്രോത്ത് എന്നത് എക്കണോമിക് ഡെവലപ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? നാരോ ആസ്പെക്ട് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് എന്താണ്? നാരോ ആസ്പെക്ട് ആണ്. വളരെ വൈഡർ ആസ്പെക്ട് അല്ല, നാരോ ആസ്പെക്ട് ആണ്. അതായത് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് GDP-യിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട്, അതിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. നാഷണൽ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്ത്, നാഷണൽ ഇൻകംസിലുള്ള ഗ്രോത്ത്, ഇതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്.
അപ്പോ GDP-യിൽ വളർച്ച ഉണ്ടാവണം, അതേപോലെ നാഷണൽ ഔട്ട്പുട്ടിൽ വളർച്ച ഉണ്ടാക്കണം, അതേപോലെ തന്നെ നാഷണൽ ഇൻകത്തിലൊക്കെ വളർച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അപ്പൊ GDP എന്താണെന്ന് പറഞ്ഞു അല്ലെ, GDP-യിൽ വളർച്ച ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കറിയണം അല്ലെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. അപ്പൊ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഇൻകം GDP-യിൽ ഇൻക്ലൂഡഡ് ആവോ? ഇല്ല. ഇന്ത്യയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും മാത്രമാണ് GDP-യിൽ ഇൻക്ലൂഡഡ് ആവുക. ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും ഒന്നും GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും ഒന്നും എന്തിൽ ഇൻക്ലൂഡഡ് അല്ല, GDP-യിൽ ഇൻക്ലൂഡഡ് അല്ല. എക്കണോമിക് ഗ്രോത്ത് എക്കണോമിക് ഡെവലപ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ നാരോ ആണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്തിൽ കൂടുതലും ഉണ്ടാവുക ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ ബേസ് ചെയ്താണ്. ഇതൊരു ഷോർട്ട് ടേം പ്രോസസ് ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് എന്താണ്, ഒരു ഓട്ടോമാറ്റിക് പ്രോസസ് ആണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, നാഷണൽ ഇൻകം ഇൻക്രീസ് ആക്കുക, ഇതൊക്കെയാണ് മെയിൻ എയിം. ഒരു എക്കണോമിസ്റ്റ് പറയുന്നുണ്ട്, അമർത്യ സെൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിന്റെ പോയിന്റ് ഔട്ടില്, economic growth is only one aspect of process of economic development. economic development ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആ രാജ്യത്ത് എന്തുണ്ടായിരിക്കണം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബിഗ് പുഷ് അപ്രോച്ച്. എന്താണ് ബിഗ് പുഷ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഏത്, ഈ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ ബിഗ് പുഷ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് the measure of help to the developing countries trapped in the vicious circles of poverty trap, and by injecting large sums of financial support so as to break the cycle and improve the local living standard based on industrial development investment. അതായത് റോസ്റ്റൈൻ റോഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബിഗ് പുഷ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. റോസ്റ്റൈൻ റോഡൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏത് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്, ബിഗ് പുഷ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് പുഷ് അപ്രോച്ച് എന്ന് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടേമിനെയാണ്, അറ്റൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടേമിനെയാണ് എന്ത് പറയുന്നത്, ബിഗ് പുഷ് അപ്രോച്ച് എന്ന് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്താം, എങ്കിൽ മാത്രമാണ് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും, പ്രൈമറി സെക്ടർ ആയാലും സെക്കൻഡറി ആയാലും ടെറിറ്ററി ആയാലും എല്ലാ മേഖലകളിലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമാണ് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ബിഗ് പുഷ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോ ബിഗ് പുഷ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. മെയിൻ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, അവിടെ എല്ലാ സെക്ടറിലും, പ്രൈമറി സെക്ടറിലും സെക്കൻഡറിയിലും ടെറിട്ടറിയിലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ബിഗ് പുഷ് അപ്രോച്ചിൽ പറയുന്നത്. ഹ്യൂജ് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അർത്ഥം ട്ടോ. നെക്സ്റ്റ് വൺ പറയുന്നത് പോവർട്ടി ട്രാപ്പ്. എന്താണ് പോവർട്ടി ട്രാപ്പ് എന്ന് നമുക്കറിയാം. പോവർട്ടി ട്രാപ്പ് ഈസ് സെൽഫ് perpetuating conditions
where an economy suffers from persistent underdevelopment, where poverty breeds or perpetuates poverty. Poverty trap has to be distinguished from bad market outcomes such as recessions and ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പൊ നമുക്കറിയാം എന്താണ് പോവർട്ടി ട്രാപ്പ്, ദാരിദ്ര്യത്തിന്റെ ചക്രം, ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ ദാരിദ്ര്യ കെണി, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ. എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ ദാരിദ്ര്യം? പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡോ നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ലാതിരിക്കുക, അല്ലെ? ബേസിക് ആയിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അതേമാതിരി തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതിരിക്കുക. ദാരിദ്ര്യത്തിന്റെ കെണി എന്നാണ് ഇതിനെ പറയുക. ദാരിദ്ര്യത്തിൽ കൂടി ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവർക്ക് വ്യക്തമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അതേമാതിരി തന്നെ ക്യാപിറ്റൽ ഉണ്ടാവില്ല, ഗുഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത്? പോവർട്ടി ട്രാപ്പ് അനുഭവിക്കുന്നത്. ചിലപ്പോ അവരുടെ പ്രശ്നം കൊണ്ടൊന്നും ആയിരിക്കില്ല പോവർട്ടി ട്രാപ്പ് ഉണ്ടാകുന്നത്. ചിലപ്പോ അവര് ജനനം കൊണ്ട് തന്നെ, അല്ലെ, അതായത് പുവർ ഫാമിലിയിൽ ജനിച്ച് അങ്ങനെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവാം. അപ്പോ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ കെണി, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും എഡ്യൂക്കേഷനും അങ്ങനെയൊക്കെ ഒന്നും അവർക്ക് കിട്ടാതിരിക്കുക. അതാണ് ഈ പോവർട്ടി ട്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, UN ഡെവലപ്മെന്റ് ഡിക്കേഡ്. എന്താണ് UN ഡെവലപ്മെന്റ് ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം UN ഡെവലപ്മെന്റ്, UN ജനറൽ അസംബ്ലി ഡിക്ലെയർഡ് ഈച്ച് decades of 1960, 1970 and 1980 and in 1990s as the first, second, third and fourth UN development decade respectively. അതായത് UN ഡെവലപ്മെന്റ് ഡിക്കേഡ് 1960, 1970, 1980 അങ്ങനെ നാല് ഇയറുകളായിട്ടാണ് ഈ UN ഡെവലപ്മെന്റ് ഡിക്കേഡ്സ് നടന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് ഡിക്കേഡ് വാസ് അനൗൺസ്ഡ് ബൈ പ്രസിഡന്റ് ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് UN ഡെവലപ്മെന്റ് ഡിക്കേഡ് എന്ത് ചെയ്തത്? അനൗൺസ് ചെയ്തത്. ഫസ്റ്റ് ഡെവലപ്മെന്റ് ഡിക്കേഡ് അനൗൺസ് ചെയ്തത് ആരാണ്? ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ആണ് അനൗൺസ് ചെയ്തത്. ആൻഡ് ഇത് അനൗൺസ് ചെയ്തത് എന്നാ? എഫ് Kennedy, the United States in 1962. Each decade put 4 specific sets of development goals. No announcement of the development decade was made in the first decade, 21st century. However, the Millennium Development Goal covering the period up to 2015 were adopted. The Millennium Summit in 2020. അപ്പോ UN ഡെവലപ്മെന്റ് ഡീക്കേഡ്സ് കഴിഞ്ഞുകൊണ്ട് എന്താണ് ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്? മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം അല്ലെ, എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ present without compromising the ability of future generations to meet their own needs. And while the central issues of sustainable development, the reduction, prevention, environmental degradations, but it must be done without unduly foregoing the needs of the economic development and social equality and justice. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തെ ആവശ്യങ്ങൾ നിലനിർത്താനുള്ള റിസോഴ്സസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
അതായത് ഇപ്പൊ നമുക്ക് മാത്രം ഭൂമിയിൽ ജീവിച്ചാൽ പോരല്ലോ. അതായത് ഒരുപാട് തലമുറകൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ ആ തലമുറകൾക്കൊക്കെ ജീവിക്കാനുള്ള റിസോഴ്സസ് നിലനിർത്തിക്കൊണ്ട് അതിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഡിഗ്രഡേഷൻ തടയുക, റിസോഴ്സസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭാവി തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ നശിപ്പിക്കാതിരിക്കുക, അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ദിവസം ജീവിച്ചാൽ പോരാ, ഇനിയും ജീവിക്കണം. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താക്കരുത്, വെറുതെ നശിപ്പിച്ചു കളയരുത്. നാച്ചുറൽ റിസോഴ്സസിനെ നശിപ്പിച്ചു കളയാതിരിക്കുക, ഭാവി തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. എന്താണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ, അതായത് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ദ 8th goal covering wide range of social and economic development that the UN member state have agreed to strive for the year 2015 as the largest time limit. The Millennium Development Goal were adopted in the occasions of the 2000 UN Millennium Summit. അതായത് UN Millennium Summit 2000-ലാണ് ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ആൻഡ് സിൻസ് ദ UN system has been mobilized their achievement and many NGO relied to UN campaign. The Millennium Development Goals especially concerns the eradication of extreme hunger and poverty, achieve universal primary education, promote gender equality and empowerment, reduce child mortality, improve maternal health and combat HIV, AIDS, malaria and other diseases, ensure environmental sustainability, develop a goal partnership for development. എന്താണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ, അതായത് 2015 വരെ ആയിരുന്നു മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടായിരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് 2015 വരെ ആയിരുന്നു മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 2016 മുതൽ ഫോളോ ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ, അതായത് 2000 ആ വർഷത്തില്, അതായത് 2000-ല് UN വെച്ചുണ്ടായിട്ടുള്ള മിലേനിയം സബ്മിറ്റിൽ ഉണ്ടാക്കിയതാണ് ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ. UN മിലേനിയം ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്നുണ്ടായത് മിലേനിയം ഗോൾസ് ഉണ്ടായത്. മിലേനിയം ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ മെയിൻ എയിം എന്തൊക്കെയായിരുന്നു, അതിന്റെ മെയിൻ എയിം, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് the Millennium Development Goal specially concerns the eradication of extreme hunger and poverty. അതായത് വിശപ്പും ദാരിദ്ര്യവും പരമാവധി കുറയ്ക്കുക. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ, വിശപ്പും ദാരിദ്ര്യവും പരമാവധി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ എയിം. പിന്നെ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക. അതായത് ഒരാളും വിദ്യാഭ്യാസം കിട്ടാതിരിക്കരുത്, എല്ലാവർക്കും എന്ന് നൽകുക, പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൺ. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, വുമൺ എംപവർ, ജെൻഡർ ഇക്വാലിറ്റി ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, അതായത് ഗർഭിണികളായ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ ആരോഗ്യം സംരക്ഷണം, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. പിന്നെ കോമ്പാക്ട് HIV ആൻഡ് എയ്ഡ്സ്, മലേറിയ അല്ലെ, അതായത് HIV, എയ്ഡ്സ്, മലേറിയ തുടങ്ങിയ അസുഖങ്ങളുടെ വ്യാപനം തടയുക. HIV ആവാം, എയ്ഡ്സ് ആവാം, മലേറിയ ആവാം, അതർ ഡിസീസസ്, ഏത് ഡിസീസസും ആയിക്കോട്ടെ, അതിന്റെ വ്യാപനം തടയുക. അതേപോലെ തന്നെ എന്താണ്, എൻഷുർ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി,
സുസ്ഥിരമായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന വികസനങ്ങളാവരുത്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള, പരിസ്ഥിതിയെ വേദനിപ്പിക്കാത്ത വികസനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്പ് ദ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. അതായത് ആഗോളതലത്തിൽ ഒരു സഹകരണവും ഐക്യവും ഒക്കെ വളർത്തിയെടുക്കുക. ഇതൊക്കെയായിരുന്നു മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിന്റെ മെഷർമെന്റ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് refers to the total quality of life of population. It includes the standard of its education, medical care, and diet. The greater a country's economic development, the better the living standard of people. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞൂലേ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം GDP-യുടെ വളർച്ച ഉണ്ടാകണം. അതേപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാവണം എന്നാ പറഞ്ഞത്? അതായത് ജനങ്ങള് ഹെൽത്തി ആയിരിക്കണം, വെൽത്തി ആയിരിക്കണം, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവണം, അവർക്ക് നല്ല ഹൗസ് ഉണ്ടായിരിക്കണം, സേഫ്റ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. But the major goal of poor countries is economic development or economic growth. അതായത് മേജർ ഗോള്, അതായത് പുവർ കൺട്രീസിന്റെ മേജർ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമിക് ഗ്രോത്തുമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് the two terms are not identical. അതായത് രണ്ട് ടേമും തമ്മിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം തോന്നാം അല്ലെ? എന്താണ്? അല്ലെങ്കിൽ രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നാം. ഗ്രോത്ത് മേ ബി നെസസറി ബട്ട് നോട്ട് സഫിഷ്യന്റ് ഫോർ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് റെഫേഴ്സ് ടു ഇൻക്രീസസ് എ കൺട്രീസ് പ്രൊഡക്ഷൻ ഇൻകം പെർ ക്യാപിറ്റ. ഇൻകം പെർ ക്യാപിറ്റ പ്രൊഡക്ഷൻ ഈസ് യൂഷ്വലി മെഷേർഡ് ഗ്രോസ് ഓഫ് നാഷണൽ income used uninterchangeably in economy. Total output of goods and services. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തും ഉണ്ടാകുന്നു? എക്കണോമിക് ഗ്രോത്തും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു എക്കണോമിയിൽ ഉണ്ടായാൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് നിർബന്ധമായിട്ടും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നാണ്. മെഷർമെന്റ് ഓഫ് ഡെവലപ്മെന്റ്സ് മെഷർമെന്റ് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ മെഷർമെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റിൽ ഫസ്റ്റ് വൺ പറയുന്നത് GNP പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. നെക്സ്റ്റ് വൺ occupational structure ഓഫ് ദ ലേബർ ഫോഴ്സ്. നെക്സ്റ്റ് വൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് GNP പെർ ക്യാപിറ്റ. നമുക്കറിയാം എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെ? എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് GNP ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൾ final goods and services produced by a country in 1 year. അതായത് GNP എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് ടോട്ടൽ ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GNP എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GNP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓർ ഹൗ മച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. എത്രത്തോളം ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും GNP എന്ന് പറയുന്നത്. The more
that country produces per person more developed. അതായത് ആ കൺട്രി കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കൺട്രി നന്നായി ഡെവലപ്പ് ചെയ്ത കൺട്രിയാണ് എന്ന് നമുക്ക് എന്ത് പറയാം? നന്നായി ഡെവലപ്പ് ചെയ്ത കൺട്രിയാണ് എന്ന് നമുക്ക് പറയാം. GNP measured in US dollars. GNP measured in the US dollars ലാണ്. So the comparisons can be made with the other currencies in the world. അതായത് അത് ഒരു രാജ്യത്തിന്റെ GNP മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? GNP is measured in US dollar. US ഡോളറിലാണ് GNP മെഷർ ചെയ്യുന്നത്. GNP എന്ന് പറഞ്ഞാൽ GDP യോടൊപ്പം നാഷണൽ ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനോടൊപ്പം തന്നെ അതിന്റെ എന്താണ് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് GDP-യോടൊപ്പം നാഷണൽ ഇൻകം കൂടി ആഡ് ചെയ്യണത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അതേപോലെ തന്നെ വിദേശത്ത് നിന്നും കിട്ടുന്ന വരുമാനം കൂടി എന്തിൽ ഉൾപ്പെടുന്നു? GNP-യില് ആഡ് ചെയ്യുന്നു. ഇപ്പൊ GDP ഉണ്ട്, അതിനോടൊപ്പം എന്ത് കൂടി ഉണ്ട്? നാഷണൽ ഇൻകം. ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം കൂടി നമ്മൾ ഏതിൽ ആഡ് ചെയ്യാണ്? ഈ GNP-യില്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റില് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് GNP എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. GNP എന്താണ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്? നമുക്കറിയാം അല്ലെ, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന വിഭവങ്ങള്, അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ, അതൊന്നും എന്താണ് കൂടുതലും ലഭ്യമല്ലാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരുപാട് പ്രോബ്ലങ്ങൾ നേരിടുന്നു എന്ന് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്താ പറയണേ? പോപ്പുലേഷൻ ഗ്രോത്തിലെ ഇൻ ജനറൽ poorer countries have higher rate of population growth. Many of the world countries, including many in sub-Saharan Africa, in the Middle East, South Asia, and Southeast Asia, have been the sharp rise population in the last few years. The fear is the high population members may put further strain on the natural resources, food supplies, fuel supplies, employment, housing, etc. in underdeveloped and developing countries. It has been seen that underdeveloped and developing countries, rapid growth of population is an important interest of economic growth. Economic growth ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തടസ്സമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം കുറയുകയും അങ്ങനെ ഗ്രോത്ത് മെഷർ ചെയ്യണ സമയത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ടാവുകയാണ്? എക്കണോമിക് ഇൻകം, എക്കണോമിക് ഡെവലപ്മെന്റ് കുറഞ്ഞു പോവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ പോപ്പുലേഷൻസ് ഗ്രോത്ത് എന്ന് പറയുന്നത്, ഡെവലപ്ഡ് കൺട്രീസിലായാലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നെക്സ്റ്റ് വൺ, occupational structure of labor force. Occupational structure of labor force ൽ പറയുന്നത് economic activities of any country are broadly classified into primary activity, secondary activity and tertiary activity. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ മെയിൻ ആയിട്ടും അവിടെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. Primary activities are known as primary because they directly remove the resources from earth. For example, agriculture, mining, fishing, lumbering, etc. അതായത് എന്താ പറയുന്നത്, ഒരു രാജ്യത്തിലെ റിസോഴ്സസിനെ മൂന്ന് തരത്തില് അല്ല, ഒരു രാജ്യത്തില് എന്താ പറയുന്നത്, എക്കണോമിക് ആക്ടിവിറ്റീസ് ബ്രോഡ്ലി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി എന്ന രീതിയിലാണ്. അപ്പൊ മൂന്ന് തരത്തിലാണ്: പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു രാജ്യത്തിന്റെ ഈ ഒക്യുപേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ തൊഴിൽ ഘടന എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ശതമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. എത്രത്തോളം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു അതിന്റെ ഒരു ശതമാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രൈമറി സെക്ടറിൽ വരുന്നത് നമുക്കറിയാം അല്ലെ, അഗ്രികൾച്ചർ ഉണ്ട്, മൈനിങ് ഉണ്ട്, ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരുന്ന തൊഴിലുകളാണ്. പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ, മൈനിങ് ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരുന്ന തൊഴിലുകളാണ്. സെക്കൻഡറിയിൽ വരുന്നത് secondary sector involves us into finished product further adding value. These are classified into manufacturing. അതായത് മാനുഫാക്ചറിങ് സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി സെക്ടറിൽ വരുന്നത് അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിങ് അങ്ങനെയൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ വരുന്നത് എന്താണ്, മാനുഫാക്ചറിങ്. എന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാനുഫാക്ചറിങ് സെക്ഷൻ ആണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ടെറിട്ടറിയിൽ വരുന്നത് സർവീസ് ആണ്. സർവീസ് സെക്ടറിന്റെ എക്കണോമി, ഒരു എക്കണോമിയിലെ സർവീസ് സെക്ടർ ആണ് ഇതിൽ വരുന്നത്. ടെറിട്ടറി സെക്ടറിൽ വരുന്നത് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ഫർദർ ആഡിങ് വാല്യൂ ടു ദ പ്രൈമറി ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. അതായത് ഇതിൽ പ്രൈമറി ആക്ടിവിറ്റീസും മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും സർവീസ് സെക്ടർ ആണ് മെയിൻ ആയിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ ടെറിട്ടറി ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് റീറ്റെയിലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ബാങ്കിങ് ഇതൊക്കെ എന്താണ്, സർവീസസുകളാണ്. അതായത് റീറ്റെയിലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ബാങ്കിങ് ഇതൊക്കെ ടെറിട്ടറി സെക്ടറിൽ വരുന്ന ഒന്നാണ്. ഈ നെക്സ്റ്റ് വൺ പറയുന്നത് HDI ആണ്. HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം and compute human development index for each country for each year. Currently, it has been considered as very effective indicator of the development. It takes into consideration social conditions including GNP per capita. Although it is the most used indicator development, yet there are some significant problem with it. അതായത് HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ മെഷർ ചെയ്യുന്നു എന്ന് നാം പഠിച്ചു അല്ലെ. അതായത് ഒരു കൺട്രിയുടെ ഗ്രോത്ത് എങ്ങനെ മെഷർ ചെയ്യുന്നു, ആ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ജനങ്ങൾക്ക് വെൽഫെയർ ഉണ്ടാവണം, ജനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലിവിങ് ഉണ്ടാകണം, എങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. സോഷ്യോ എക്കണോമിക് കാര്യങ്ങളിലും അച്ചീവ്മെന്റ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അതായത് സോഷ്യോ എക്കണോമിക് കാര്യങ്ങളിലെ അച്ചീവ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HDI യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് വരുന്നത് എന്തൊക്കെയാണ്, HDIയിൽ വരുന്നത് എന്തൊക്കെയാണ്, ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ ആൻഡ് റിയൽ GNP പെർ ക്യാപിറ്റ. എന്തൊക്കെയാണ് വരുന്നത്, ലൈഫ് എക്സ്പെക്ടൻസി വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, റിയൽ GNP പെർ ക്യാപിറ്റ. ഇതൊക്കെയാണ് HDIയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഡിറ്റർമിനൻസ് ഓഫ് ഗവൺമെന്റ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതായത് the process of development depends upon a host of factors like natural resources, physical and human and capital, socio-economic, political resources. Political resources in economic structure of the country. In economic structure of the country, determinants developments are broadly classified into economic factors and non-economic factors. മെയിൻ ആയിട്ടും എക്കണോമിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് എക്കണോമിക് ഫാക്ടേഴ്സും രണ്ടാമത്തത് നോൺ എക്കണോമിക് ഫാക്ടേഴ്സും. എക്കണോമിക് ഡിറ്റർമിനന്റ് ഫാക്ടേഴ്സ് ഓഫ് ദ എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന എക്കണോമിക് ഡിറ്റർമിനന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ദ നാഷണൽ ഇൻകം, ഡെവലപ്ഡ് നാഷൻ, ഹൈ ക്യാപിറ്റൽ ഫോർമേഷൻ കോൺട്രിബ്യൂട്ടഡ് ഹൈ എക്കണോമിക് ഗ്രോത്ത്.
And a higher rate of capital formation leads to productive capacity of nation, which results into high production of goods and services and higher national income. അതായത് കൂടുതൽ ക്യാപിറ്റൽ കൂടുതൽ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ എന്തുണ്ടാവുന്നു എന്നാ പറയുന്നത്, നന്നായി പ്രൊഡക്ഷൻ നടത്തുകയും അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കൂടുന്നു, നാഷണൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം നന്നായിട്ട് വർദ്ധിക്കാൻ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നാഷണൽ ഇൻകം ഹയർ ആവാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. And capital, it includes the stock of machine, tools and equipments and which produce the consumer goods as well as machines and improve skill formations of its workforce, which has enhancing effect on the process of growth. Any increment to this stock year to year are called capital formation. അതായത് capital includes the stock of machine and tools and equipment and improvement of skill formation at workforce. And investment is also generally known as amount of capital formation. Investment നമ്മൾ എന്ത് പറയുന്നു, capital formation എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസില് ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലോ ആണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, സേവിങ് റേഷ്യോ ഈസ് ആൾസോ നോൺ ആസ് ലോ അവരുടെ സേവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസില് എന്തുണ്ടാകുന്നു എന്നാ പറയുന്നത്, റേഷ്യോ ലോ ആകുമ്പോൾ അവരുടെ സേവിങ് കപ്പാസിറ്റി ലോ, ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുന്നു എന്നാണ് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് ക്യാപിറ്റൽ കൂടുതൽ ഫോം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഔട്ട്പുട്ട് അവർക്ക് വളരെ കുറച്ചേ കിട്ടൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ഡെവലപ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. The capital output ratio may be defined as number of units of capital required to produce one unit of output. അതായത് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ എത്രയാണ്, വൺ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ക്യാപിറ്റൽ എത്രയാണ് എന്നാണ് ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ മെഷേഴ്സ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ that is employed in various sectors of economy as a point of time. അപ്പോ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, നമ്പർ ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് വൺ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എത്രയാണ് എന്നാണ് ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ പറയുന്നത്. നെക്സ്റ്റ്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ, നാച്ചുറൽ റിസോഴ്സസ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താവാം, റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ടാവാം, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ടാവാം. It has been observed that availability of natural resources is abundance an important but not an essential factor of country's economic development. Some developed countries like USA, Canada, Australia, New Zealand, etc. have abundance of natural resources, but Japan lack of natural resources as compared to these countries what it is developed country. അതായത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് അവൈലബിലിറ്റി, അത് എന്താണ്, നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അതിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ബട്ട് നോട്ട് ആൻ എസെൻഷ്യൽ ഫാക്ടർ, ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ
ഒരു എസെൻഷ്യൽ ഫാക്ടർ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. എക്കണോമിക് ഡെവലപ്മെന്റിനെ ഒഴിച്ചുകൂടാനാവാത്ത ഫാക്ടർ അല്ല എങ്കിലും നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റിന് അത്യാവശ്യം തന്നെ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് Next, non-economic factors in economic development. Human population can be a boon as well as increasing the population, provide opportunity for expanding market base. In terms of demand and supply of goods and services are more workforce for producing such output. And the population can be problem. Optimum level of population also provide working age of population, educated and skilled manpower, health and nutrition, demographic, dividend of human capital. അപ്പോൾ non-economic factors affecting economic development. Non-economic factors എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഫസ്റ്റ് വൺ. ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ടെക്നിക്കൽ നോഹോ. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന അറിവ്, അതായത് the technology and the technical know-how are so very significant the process of economic development, and more sophisticated technology facilitate increasing the level of production and productivity level. അതായത് പ്രൊഡക്ഷൻ കൂടണമെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിലും ടെക്നിക്കൽ നോഹൗ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടെക്നോളജി ഒന്നും അല്ല കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, മോഡേൺ ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇതിന്റെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ നോഹൗ ആയിരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ institutional factors affecting. There are a number of non-economic factors such as that act as catalyst in the process of economic development. The institutional factors are organization, structures, rules, educations and educational institution, healthcare, infrastructure, and political stability. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിലും എന്തൊക്കെയാ പറയുന്നത്? There are a number of non-economic factors such as catalysts in the process of economic development. The institutional factors such as organization, പിന്നെ അതിന്റെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻസ്, റൂൾസ്, എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് such as impact of the process of development or legal system, financial system, credit and microfinance, taxation, the use of appropriate technology, and the empowerment of women. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു എക്കണോമിയുടെ ഡെവലപ്മെന്റിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? റോൾ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നാണ് പറയുന്നത്. If the economy depends solely on the price mechanism to solve its central problem, then given the income and wealth and inequality, there is a possibility to large number of people die or starvation, while handful possess of good things of life very much excessive what is required by them. The intervention of government facilitate inclusive and sustainable development required. Any enlightened government finds necessary to grab human traits in the working of the price mechanism. അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. ഏതൊരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും അവിടെ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്
അനിവാര്യമാണ്. ആ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതിവേഗം നിർണ്ണയിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി, അതേമാതിരി തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതേമാതിരി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. ഉയർന്ന തോതിലുള്ള തൊഴിൽ നൽകണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലോക്കേഷൻ ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യങ്ങളും അലോക്കേറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ചെയ്യേണ്ടത് ആരായിരിക്കണം? ഗവൺമെന്റ് ആയിരിക്കണം. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള അലോക്കേഷനും അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഡിസ്ട്രിബ്യൂഷനും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റിൽ ഗവൺമെന്റിന്റെ റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയുമാണ് BCOG 172 യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ ആൾ.